സഹൃദയമിത്രങ്ങളെ, കലാസ്നേഹികളെ, താരശോഭയുടെ തൊങ്ങലുകളൊന്നുമില്ലാതെ ഇതാ ഒരു കലാവിരുന്ന്. കേവലം 30 ദിവസങ്ങളുടെ ഇടവേളയിൽ ഗൾഫ് നാടുകളിൽ അരങ്ങേറിയ 96-ലെ മമ്മൂട്ടി ഷോയ്ക്ക് ശേഷം എൻ്റെ സുഹൃത്തുക്കളിൽ ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ടായി, ഇനി ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു ഷോ ഉണ്ടാകുമോ? അവർക്ക് വിനയപൂർവ്വം ഞാൻ നൽകുന്ന മറുപടിയാണ് ഈ കിലുക്കം 97. സിദ്ധിയുടെ സൂര്യശോഭ ചൊരിയുന്ന ഒരുപിടി കലാകാരന്മാർ, കലാകാരികൾ, അവരെ അണിനിരത്തി ഈസ്റ്റ് കോസ്റ്റിൻ്റെ ബാനറിലുള്ള ഒരു ഷോ. എൻ്റെ കലാജീവിതത്തിന് ഉയരും ഊർജവും ഏകിക്കൊണ്ടിരിക്കുന്ന, എന്നെ ഞാനാക്കിയ എൻ്റെ പ്രേക്ഷകരുടെ മുൻപിൽ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ഞാൻ ഈ കലാവിരുന്ന് സമർപ്പിക്കട്ടെ. ഒപ്പം രചനാശില്പിയായ ശ്രീ ലോഹിദാസിനെ ഈ വേദിക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ സംരംഭത്തിന് സാക്ഷ്യം കുറിക്കട്ടെ. ശ്രീ ലോഹിതദാസ്. പ്രിയമുള്ളവരെ, അറേബ്യയിലെ ഏറ്റവും മനോഹരമായ ഈ നഗരത്തിൽ നിൽക്കുമ്പോഴും ഒരപരിചിതത്വം എനിക്ക് തോന്നുന്നില്ല, അനുഭവപ്പെടുന്നില്ല. കാരണം എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് ഞാൻ നിൽക്കുന്നത് എൻ്റെ പ്രിയങ്കരായ നാട്ടുകാരുടെ മുന്നിലാണ്. ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ തേടി ഈ മഹാനഗരത്തിലെത്തിയ നിങ്ങൾക്ക് കേരളക്കരയുടെ മുഴുവൻ സ്നേഹാദരങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. സൂര്യശോഭയുള്ള ധാരാളം താരസംഗമങ്ങൾ കണ്ട് ശീലിച്ചവരാണ് നിങ്ങൾ. താരതമ്യേന താരശോഭ അല്പം കുറവുള്ള ഒരു സംഘമാണ് ഞങ്ങളുടേത്. എങ്കിലും പ്രതിഭയുടെ രത്നത്തിളക്കമുള്ള ഒരു സംഘമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പരിപാടികൾ അവതരിപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കാനും ഞങ്ങൾക്കൊക്കെ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനും അവസരമുണ്ടാക്കിയത് ശ്രീ ഈസ്റ്റ് കോസ്റ്റ് വിജയനാണ്. ഒരു സംഘാടകൻ എന്നതിലുപരി, അല്ലെങ്കിൽ ഇതിൻ്റെ വ്യാപാരമായ ഉദ്ദേശങ്ങൾക്കപ്പുറം ഒരു കലാബോധമുള്ള, ഒരു കലാകാരൻ്റെ ഹൃദയമുള്ള അദ്ദേഹത്തിനോട് ഞങ്ങൾക്കും സംഘത്തിനുമുള്ള എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇനി നിങ്ങൾക്ക് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ശ്രീ കൈതപ്പുറം. പ്രിയപ്പെട്ടവരെ, ഏഴിമലയോളം മേലേക്ക്, ഏഴുകോലാഴം താഴേക്ക്, കോലത്തു നാടിൻ്റെ വക്കോളം നാട്ടരയാലിൻ്റെ വേരുണ്ട്. നമ്മുടെ മലയാളത്തിൻ്റെ വേരുകൾ, ശാഖകൾ, പൂക്കൾ എല്ലാം ഞാനിവിടെയും കാണുന്നു. എൻ്റെ ഗ്രാമത്തെ, എൻ്റെ നഗരത്തെ, എൻ്റെ രാജ്യത്തെ ഞാനിവിടെ കാണുന്നു, നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ മുഖങ്ങളിലൂടെ. എൻ്റെ പ്രിയപ്പെട്ട ജനാർദ്ദനൻ ചേട്ടൻ, നമ്മുടെ ജനാർദ്ദനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞാനൊരു പ്രാസംഗികനല്ല. മലയാള ഭാഷയിൽ സാഹിത്യ രുചി ചേർത്ത് ഒരുപാട് സംസാരിക്കാൻ എനിക്കറിയില്ല. അഭിനയിക്കാൻ അറിയാം കുറേശ്ശെ, അത് നിങ്ങൾക്കറിയാമല്ലോ. ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മലയാള സിനിമയിൽ വളരെ ചെറിയ ഒരു കാലയളവിൽ ഒരു നീർക്കോലി പോലൊരു മനുഷ്യൻ വന്നു. മലയാളികളുടെ എല്ലാം ഹൃദയം പിടിച്ചു വാങ്ങിയ ഇന്ദ്രൻസ്. പ്രിയമുള്ളവരെ, വളരെ വേദനയോടെയാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം അറിയാമല്ലോ, ഇക്കൊല്ലത്തെ നാഷണൽ അവാർഡും എൻ്റെ നിന്ന് കൈവിട്ടു പോയി. പിന്നെ ഞാൻ പ്രതീക്ഷയോടെ നോക്കിയിരുന്നത് ഏറ്റവും നല്ല രണ്ടാമത്തെ നടനാണ്.
ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ എല്ലാവരും എന്നെ അഭിനന്ദിച്ചു. സാരമില്ല, രണ്ടാമത്തെ നടൻ നിനക്കാണ്. ലോഹി സാറും കൈതപ്ര സാറും വിജയൻ ചേട്ടനും ഒക്കെ എന്നെ വളരെ അഭിനന്ദിച്ചു. ആ സന്തോഷത്തിൽ ഇവിടെ വന്നാൽ തരാമെന്ന് പറഞ്ഞ റെമോണ്ടേഷനൊക്കെ വിജയൻ ചേട്ടൻ നേരത്തെ തന്നു. ഫ്ലൈറ്റിൽ വെച്ച് തന്നെ ഒരു പാർട്ടി നടത്തി അടിച്ചു പൊളിച്ച് ഇവിടെ വന്നിറങ്ങിയപ്പോൾ എല്ലാവരും കൈമലത്തുകയാണ്. അത് വെറും ഒരു റൂമറായിരുന്നു. അതും ജനാർദ്ദനൻ ചേട്ടൻ്റെ കൈയായിരുന്നു അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് പിന്നീടാണ് മനസ്സിലായത്. സാരമില്ല, എൻ്റെ കഴിവ് തെളിയിക്കാൻ ഇനിയും അവസരങ്ങളുണ്ടല്ലോ, അത് ഞാൻ ഇവിടെയും തെളിയിക്കും. പക്ഷെ എനിക്കിവിടെ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് സ്വാഗതം ചെയ്യാനുള്ളത് മലയാള സിനിമയിലെ അഭിനയത്തിൻ്റെ വിവിധ മുഖങ്ങൾ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ ഇന്ന് നായക പദവിയിൽ എത്തി നിൽക്കുന്ന ശ്രീ പ്രേംകുമാർ. പ്രിയമുള്ളവരെ, 8-10 ദിവസമായി കേരളത്തിൽ നിന്ന് ഗൾഫിൽ പോകുന്നെന്നും പറഞ്ഞ് പോന്നിട്ട് ഇവിടെ ഞങ്ങൾ പലയിടത്തും പല പ്രോഗ്രാംസൊക്കെ അവതരിപ്പിച്ചു. പക്ഷെ ശരിക്കും ഇവിടെ എത്തിയപ്പോഴാണ് ഗൾഫിലെത്തി എന്ന് തോന്നിയത്. അടിപൊളി ലൈഫല്ലേ ഇവിടെ, നല്ല ചെത്തായിട്ടുണ്ട്. സത്യത്തിൽ വളരെ വളരെ സന്തോഷമുണ്ട്. മുമ്പ് കോളേജിലൊക്കെ പഠിച്ചു കഴിയുമ്പോൾ പണിയൊന്നുമില്ലാതെ നിൽക്കുമ്പോൾ ഗൾഫിൽ പോയി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കാം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അതിന് കഴിഞ്ഞില്ല. ഇപ്പോൾ ഒരു സിനിമാ താരത്തിൻ്റെ ലേബലിൽ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞത് വളരെ വളരെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ടാക്കി തന്ന ഈസ്റ്റ് കോസ്റ്റിൻ്റെ സാരഥി വിജയൻ ചേട്ടനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒരാളെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നു. അനുകരണ കലയിൽ അഗ്രഗണ്യനായ കോട്ടയം നസീർ. ബഹുമാന്യരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നിവിടെ വരുവാനും നിങ്ങളെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കിന്ന് പരിചയപ്പെടുത്താനുള്ളത് മിമിക്രിയിലൂടെ മലയാള സിനിമയിലെത്തി മലയാള സിനിമയിൽ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ശ്രദ്ധേയായ കുമാരി പ്രസീത മേനോനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കുമാരി പ്രസീത മേനോൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ പരിപാടി അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. എനിക്കിവിടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താനുള്ളത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കലാപ്രതിഭാസ്ഥാനം അലങ്കരിച്ച് ഇപ്പോഴും അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ബോബി കൃഷ്ണ. ഇത്ര ചെറുപ്രായത്തിൽ തന്നെ നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ഈ എളിയ ശ്രമത്തെ നിങ്ങളെല്ലാവരും ആശീർവദിക്കുകയും വിലയിരുത്തുകയും ചെയ്യണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. ഇതിന് അവസരം ഒരുക്കി തന്ന വിജയൻ അങ്കിളിനോട് എൻ്റെ പ്രത്യേക നന്ദി ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് എന്നോടൊപ്പം ഈ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കലാതിലക പട്ടമണിഞ്ഞ കുമാരി പത്മിനി. നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിലും നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ചേച്ചിയും കഴിഞ്ഞ കൊല്ലത്തെ ഇക്കൊല്ലത്തെ യൂണിവേഴ്സിറ്റി കലാതിലകവുമായ എന്നെ ദ്രൗപതിയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചോടുന്നു. നമസ്കാരം. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദിയുണ്ട്. ഞാൻ ആദ്യമായാണ് ഇങ്ങനെയൊരു ഗൾഫ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. അതിന് വഴിയൊരുക്കി തന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. സിനിമാ ലോകത്തിലെ പ്രശസ്ത ഗായകനായിരുന്ന ശ്രീ കമൂറ പുരുഷോത്തം സാറിൻ്റെ മകനായ ശ്രീ കമൂറ ശ്രീമാർ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു.
ഇവിടെ വന്നു ചേരുന്നതിനും നിങ്ങളെ ഏവരെയും കാണുന്നതിനും സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. 94-ൽ എൻ്റെ അച്ഛൻ ഇവിടെ വന്നിരുന്നു. നിങ്ങളിൽ പലരും ആ കലാപരിപാടികൾ കണ്ടു കാണും. ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പമില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ നിങ്ങളിൽ എത്തിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പരിചയപ്പെടുത്തുന്നു, ദൂരദർശൻ്റെ മേരി ആവാസ് സുനോ എന്ന പരിപാടിയിൽ കൂടി ഇന്ത്യയിലെ മികച്ച ഗായകനായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രദീപ് സോമസുന്ദരം. ഏറ്റവും പ്രിയപ്പെട്ട കലാസ്നേഹികളെ, ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ഒരു സംഗീത പരിപാടിയുമായി വരുന്നത്. ഇതിനുവേണ്ടി വേദിയൊരുക്കി തന്ന ശ്രീ ഈസ്റ്റ് കോസ്റ്റ് വിജയന് ഞാൻ ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞങ്ങൾ ഒരുപാട് നല്ല പാട്ടുകളുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രോത്സാഹനവും സ്നേഹവും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്, ഇതിനു മുമ്പും ഇവിടെ ഒരുപാട് തവണ പാടിയിട്ടുള്ള നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗായിക കുമാരി സംഗീത. എല്ലാവർക്കും നമസ്കാരം. ഇതിനു മുമ്പ് 2 തവണ എനിക്കിവിടെ വന്ന് പാടാനായിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാകുന്നത്. എല്ലാവരും എനിക്ക് തന്നിട്ടുള്ള സ്നേഹത്തിനും പ്രോത്സാഹത്തിനും വളരെയധികം നന്ദിയുണ്ട്. നാട്യത്തിലായാലും നടനത്തിലായാലും മലയാളത്തിന് കിട്ടിയ ഒരു വരപ്രസാദമാണ് ഞാനൊരു അനിയത്തെ പോലെ ഇഷ്ടപ്പെടുന്ന ദിവ്യ ഉണ്ണി. ദിവ്യ ഉണ്ണിയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കലാസ്വാദകരെ, പ്രിയമുള്ളവരെ, നിങ്ങൾക്കെൻ്റെ വിനീത പ്രണാമങ്ങൾ. ചിലങ്കകളുടെ മണിക്കിലുക്കം എൻ്റെ ഹൃദയത്തിലും ആത്മാവിലും നിറഞ്ഞു നിൽക്കുന്നു. ആസ്വാദകരുടെ പ്രോത്സാഹനമുണ്ടെങ്കിൽ ഏതൊരു കലാകാരിക്കും എത്തേണ്ട ലക്ഷ്യങ്ങളിലേക്ക് എളുപ്പം എത്തുവാൻ കഴിയും. വളരെ നാളായി മനസ്സിൽ താലോലിച്ച സ്വപ്നങ്ങൾ കിലുക്കമായി രൂപം കൊള്ളുകയാണ് ഇവിടെ. അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. ഒരു ചേച്ചിയെ പോലെ ജീവിതത്തിലും വഴികാട്ടിയായി സിനിമയിലും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്കും പ്രിയങ്കരിയായ മഞ്ജു വാര്യരെ, ആ അഭിനയ ചക്രവർത്തിനിയെ, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ആ ചില്ലറ പൈസയെ ഞാനിതാ നിങ്ങളുടെ മുമ്പിലേക്ക് ക്ഷണിക്കുന്നു. മഞ്ജു ചേച്ചി. മഞ്ജു വാര്യർ. താങ്ക് യു ദിവ്യ. എത്രയും പ്രിയമുള്ളവരെ, ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഭരതം 95 എന്ന കാസറ്റിലൂടെ നിങ്ങളെ എല്ലാവരെയും ഞാൻ അറിഞ്ഞോ അറിയാതെയോ ക്ഷണിച്ചപ്പോഴും സത്യമായിട്ടും ഇതേപോലെ നിറഞ്ഞു കവിഞ്ഞൊരു സദസ്സ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ നാടിനെയും നിങ്ങളെയുമൊക്കെ ഏറ്റവും ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നാലും നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രോത്സാഹനവും നിറഞ്ഞ ഒരുപാട് സന്ദേശങ്ങൾ എനിക്ക് ധാരാളം ലഭിച്ചിട്ടുണ്ട്. അതിനൊക്കെ നേരിട്ട് നന്ദി പറയാൻ ഇങ്ങനൊരു അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഏതായാലും നിങ്ങളെ എല്ലാവരെയും ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമായിട്ട് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ കലാവിരുന്ന് നിങ്ങൾക്കെല്ലാവർക്കും മറക്കാനാകാത്ത ഒരനുഭവമായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആട്ടവും പാട്ടും ചിരിയും കളിയും നാട്യവും നടനവുമായി നമുക്കിതാ സ്നേഹികളെ, നിങ്ങളേവരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന സുപ്രസിദ്ധ കാതിക സാമ്രാട്ട് പന്തളം പരിമളൻ സമ്മോദരിപ്പിക്കുന്ന കഥാപ്രസംഗം ഉടൻ തന്നെ ഈ വേദിയിൽ ആരംഭിക്കുന്നവരും സന്തോഷം അറിയിക്കുന്നു. പ്രിയ കലാസ്നേഹികളെ, നിങ്ങൾ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന കഥാപ്രസംഗം ഉടൻ തന്നെ ഈ വേദിയിൽ ആരംഭിക്കുന്നതാണ്. അല്ല, എന്താ കഥാപ്രസംഗത്തിന് അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ടോ ഇവിടെ? അല്ല, ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ചില ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. എന്താ അത് എന്തോ കഥാപ്രസംഗത്തിന്റെ ചില ആൾക്കാർ വന്നിട്ടുണ്ടെന്നോ, അവര് കഥാപ്രസംഗം അവതരിപ്പിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ ചില പ്രശ്നങ്ങളുണ്ട്. അല്ല, നമ്മുടെ പരിപാടി തുടങ്ങി കഴിഞ്ഞല്ലോ. ഇനി ഈ പരിപാടി കഴിഞ്ഞിട്ട് മതി കഥാപ്രസംഗം. കിലുക്കം എന്നുള്ള പരിപാടിയുടെ സ്റ്റേജാണ്. അതെ, പക്ഷെ നേരത്തെ ഇവര് ബുക്ക് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് എന്തോ ചില പ്രശ്നം ഉണ്ടാക്കി. അയ്യോ, അത് പറഞ്ഞെങ്ങനെ? ഇത്ര ആൾക്കാർ ഇവിടെ വന്ന് കാത്തിരിക്കില്ലേ? നമ്മുടെ പരിപാടി തുടങ്ങി കഴിഞ്ഞു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പരിപാടി കഴിഞ്ഞിട്ട് ആലോചിക്കാം. ഇപ്പൊ ഇങ്ങോട്ട് വന്നേക്കോ, കഥാപ്രസംഗക്കാരൻ ഇങ്ങോട്ട് വന്നേക്കോ. അയ്യോ, അത് നിങ്ങൾ അയ്യോ, ഇതാരാ? പ്രശ്നം എന്താണ്? ഇതാരാ?
ഇതാണ് ആ കഥാപ്രസംഗം പറഞ്ഞില്ലേ? ഇതാരാ? ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് കിലുക്കം 97 എന്ന പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. ആൾക്കാരൊക്കെ അതിന് കാത്തിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ കഥാപ്രസംഗം ഒന്നും ശരിയാവില്ല. ആര് പറഞ്ഞു? ഈസ്റ്റ് കോസ്റ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന പരിപാടിയാണിത്. ഏത് കോസ്റ്റ്? ഈ പെങ്കുച്ചിനെ വിളിച്ചിട്ട് പോകും. ഏത് ഈസ്റ്റ് കോസ്റ്റ്? ഈ പെങ്കുച്ചിനെ വിളിച്ചിട്ട് പോകും മര്യാദക്ക്. ഞങ്ങൾ എങ്ങനെയാ പോകുന്നത്? നിങ്ങളുടെ ഞങ്ങളുടെ സ്റ്റേജാണ്. ഞങ്ങൾ ഇവിടെ കിലുക്കം എന്നുള്ള പരിപാടിക്ക് വേണ്ടി ബുക്ക് ചെയ്ത സ്റ്റേജാണ്. ഉടക്കുണ്ടാക്കരുത്. അതെ ഒച്ചേ, ഒരു കാര്യം പറഞ്ഞേക്കാം. പെങ്കൊച്ച് പൊയ്ക്കോ, പണ്ടത്തെ എന്റെ സ്വഭാവമൊക്കെ അറിയാലോ. അയ്യോ, ഇത് നല്ല കാര്യം. ഇയാൾ എന്തോ കഥാപ്രസംഗമൊക്കെ അവതരിപ്പിക്കണമെന്ന് ബഹളം ഉണ്ടാക്കുന്നു സാർ. ഇതാരാ? എന്താ കഥാപ്രസംഗം? നമ്മൾ വളരെ നേരത്തെ ഈ സ്റ്റേജ് ബുക്ക് ചെയ്തതാണ്. എന്റെ അനന്തരം എന്റെ കഥാപ്രസംഗം അരങ്ങേറേണ്ട സ്ഥലമാണത്. വെറുതെ ഉടക്കുണ്ടാക്കിയുള്ള താടിയൊക്കെ പഠിച്ചു കളഞ്ഞത്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ബുക്ക് ചെയ്താണ് മിസ്റ്റർ. ഏത് നിങ്ങൾ ഇത് പറയണത്? ഞാൻ ബുക്ക് ചെയ്തല്ലേ ഇത്? നിങ്ങൾ ഇവരെ കോസ്റ്റ് ഹൈദ്രോസേ. ഹലോ ചേട്ടാ, അല്ല ഇത് എന്താണ് പരിപാടി? ഇതാരാ? എന്താ സാറേ പ്രശ്നം? എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഞങ്ങൾ കിലുക്കം എന്നൊരു പരിപാടി അവതരിപ്പിക്കാമെന്നാണ്. അതിനിടയ്ക്ക് ഇയാൾ കയറി വന്ന് കഥാപ്രസംഗം. ഇവിടെ ഒരു പ്രോഗ്രാം സംഭവിക്കില്ല. അയാള് കത്തിയൊക്കെ കാണിച്ച് പേടിപ്പിക്കുന്നു. ഇവിടെ നടക്കത്തുള്ളൂ. കുത്തുപറത്ത് ഈ നിൽക്കുന്ന ആരാണെന്ന് അറിയാമോ? ഇത് മിസ്റ്റർ ലോഹിതദാസ്. ലോഹിയോ? മലയാളത്തിന്റെ അറിയപ്പെടുന്ന തിരക്കഥാകൃത്താണ്. ഇത് മഞ്ജു വാര്യർ, സ്റ്റേറ്റ് അവാർഡ് വിന്നർ. അറിയാത്തത് കൊണ്ട് പറ്റിപ്പോയൊരു അബദ്ധമാണ്. ഇത് ആ സല്ലാബൊക്കെ അഭിനയിച്ച കുട്ടിയല്ലേ? അയ്യോ, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. പക്ഷെ നിങ്ങൾ ക്ഷമിക്കണം. നമ്മൾ സാർ ഇവിടെ നമ്മളെ കൊണ്ടുവന്ന് കഥാപ്രസംഗത്തിന്റെ എല്ലാ സംഭവങ്ങളും ഞങ്ങൾ ഒരുക്കി റെഡിയാക്കിയിരിക്കുക. ഒരു മിനിറ്റ് നല്ല വയറ് കുത്താൻ പറ്റും. അതെ, മുഹൂർത്തമല്ലേ അരങ്ങേറ്റത്തിന്റെ. ഒരു കാര്യം നോക്കട്ടെ, ഈ മുഹൂർത്തം നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് കഴിച്ചു തരാൻ പറ്റും അരങ്ങേറ്റം? സാർ ഒരു ശകല സമയം തന്നാൽ മതി. അത് ആ ചടങ്ങൊന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോക്കോളാം. ആ ചെറുക്കന്റെ ഭാവി പോണ കാര്യമല്ലേ? എന്തായാലും മേള അരങ്ങേറ്റം എന്നല്ലേ പറയുന്നത്. അതങ്ങനെ കഴിഞ്ഞോട്ടെ. പെട്ടെന്ന് തീർക്കും സാർ, പെട്ടെന്ന് തീർക്കും. അന്ന് താമസിക്കേണ്ട വേഗം ആയിക്കോട്ടെ. അങ്ങനെ മര്യാദയ്ക്ക് പറ. ഇതൊക്കെ പറഞ്ഞാലും ആ സ്ക്രിപ്റ്റ് എഴുതുന്ന പോലെ തന്നെ നല്ല ഹൃദയമുള്ളൊരു മനുഷ്യനാ. താടി വെച്ച് പോകുന്ന നല്ല ആള്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടാവില്ല. ഒരു കാലത്ത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ കഥാപ്രസംഗം ചെയ്ത് മലയാള മനസ്സിനെ മുഴുവൻ ആകർഷിച്ചിരുന്ന ആ പഴയ മനുഷ്യനാണ് ഇവിടെ നിൽക്കുന്നത്. അഞ്ചൽ അപ്പുക്കുട്ടൻ. എനിക്കൊരു കഥയുണ്ട്. ഒരു വേദനയുടെ കഥ, ഒരു കണ്ണീരിന്റെ കഥ, പ്രതികാരത്തിന്റെ കഥ. നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും. ഒരു കാലത്ത് കേരളത്തിലെ കഥ പറഞ്ഞ് കേരളീയരെ മുഴുവൻ പറ്റിച്ച് അവിടെ നിക്കപ്രതിയില്ലാതെ ഗൾഫ് രാജ്യങ്ങളിൽ വന്ന് ഇവിടുന്ന് കൂവി അരികൊണ്ടോടി മടങ്ങിപ്പോയ ഒരു പരമൻ പത്തനാപുരം. കഥ പറ. ഇത്രയും പേര് കഥ കേൾക്കാൻ വേണ്ടി ഇരിക്കുക. നീ കഥ പറ. നിനക്ക് എന്താ കഥ പറയാൻ ബുദ്ധിമുട്ട്? കഥ പറയാൻ എനിക്ക് ബുദ്ധിമുട്ട്. എന്താ പറ? കഥ പറയാം. പരമ കഥ പറ. കഥ പറയാന്ന് പറഞ്ഞു. കഥ പറ പരമ. പേടിപ്പിക്കാൻ തന്നെ. കഥ പറ. എന്ത് കഥ പറ? കഥ പറയാൻ നിനക്ക് എന്താ പ്രയാസം? പറയാൻ കഥ പറയാൻ ബുദ്ധിമുട്ട് എന്താ? കഥ പറയാൻ ബുദ്ധിമുട്ട് എന്താണെന്ന് ടീൻഡുടിയല്ല. കഥ പറ. എന്ത് മാഷേ, എനിക്ക് ക്ഷമ കെടുന്നു കേട്ടോ. കഥ പറ. കഥ പറ. പറയടാ, നിനക്ക് എന്താ ബുദ്ധിമുട്ട്? കഥാപ്രസംഗത്തിന്റെ പുസ്തകം എടുക്കാൻ ഞാൻ മറന്നു മാഷേ. എന്താണ്? കഥാപ്രസംഗത്തിന്റെ പുസ്തകം എടുക്കാൻ ഞാൻ മറന്നു. പുസ്തകം എടുക്കാൻ മറക്കുന്ന പഠിക്കുന്ന കാലത്തുള്ള ഇവൻ സ്വഭാവമാണ്. എന്റെ അളിയനാണ്. അവന്റെ സഹോദരിയെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. നാണക്കേട് കൊണ്ട് സഹിക്കാൻ വയ്യ. നാട്ടിൽ നിൽക്കാൻ പാടില്ല. ഗൾഫ് രാജ്യങ്ങളിലുള്ള സുഹൃത്തുക്കൾ വന്ന് പരാതി പറയുന്നു. എല്ലായിടത്തുനിന്നും പരാതി. നാണം കെട്ട അവശനായി വിവശനായി അവസാനം പന്തളം കോളേജിലെ പ്രൊഫസറായ പരിമളൻ എന്ന പരമൻ പത്തനാപുരത്തിന്റെ മകനെ ഞങ്ങൾ സമീപിച്ചു. അവനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. അവൻ സമ്മതിച്ചു. എന്റെ അച്ഛൻ ചെയ്ത നാണക്കേടിനെ മാറ്റാം, വെട്ടിത്തിരുത്താം എന്ന് അവൻ സമ്മതിച്ചു. അങ്ങനെ കഥാപ്രസംഗം പഠിച്ചു. അതിൽ റിസർച്ച് ചെയ്തു. മലയാള ഭാഷാ പണ്ഡിതനായ അവൻ വലിയൊരു കഥാകാരനായി നിങ്ങളുടെ മുമ്പിൽ ഇതാ ഞാൻ അവനെ അവതരിപ്പിക്കുന്നു. പന്തളം പരിമളൻ. അച്ഛാ, എന്താണ്?
അച്ഛൻ ആദ്യം എന്നെ വിളിക്കായിരുന്നില്ലേ? ഗാനഭൂഷണം പാസ്സായി നിൽക്കുന്ന എന്നെ കൊണ്ട് അച്ഛൻ ആദ്യം ഒരു പാട്ട് പഠിപ്പിക്കായിരുന്നില്ല അച്ഛാ? ക്ഷമിക്കണം, എന്റെ മോനാണ്. അതെ, ഗാനഭൂഷണം പാസ്സായതാണ് എന്ന് വെച്ചടാ എല്ലായിടത്തും കേട്ട് നിന്നെ പാടിക്കാൻ. ഇതാണ് അച്ഛന്റെ കുഴപ്പം. ഈയിടെയായിട്ട് അച്ഛൻ എപ്പോഴും എന്റെ കാര്യം മറന്നുകൊണ്ടിരിക്കുക. ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. മന്ത്രിമാര് പോലും സ്വന്തം മക്കളെ മാക്സിമം ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അച്ഛനെ അനുദിനം മാക്സിമം വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുക. അച്ഛനൊരു ഗോസ്റ്റ് ആവരുത്. ഇവിടെ മന്ത്രിമാർക്ക് എന്ത് വേണം ചെയ്യാമല്ലോടാ. എന്ത് അതുപോലെയാണ് നമ്മള് അന്തസ്വാഭിമാനമുള്ള കുടുംബത്തിൽ ജനിച്ച് നമ്മൾ അങ്ങനെയാണോ? അച്ഛൻ എപ്പോഴും അച്ഛന്റെ അനന്തരവനാ വരുത്. പന്തളം പരിമളൻ. പിന്നെ മരുമക്കത്തായ നിലനിർക്കുന്ന ഒരു തറവാട്ട് ജനിച്ചവരല്ലേ ഞാനും നീയും. എടാ മരുമക്കൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളടാ. എനിക്ക് ഫീലിംഗ് ഉണ്ട് അച്ഛാ, എന്റെ ഒരു കലാവാസന പ്രകടിപ്പിക്കാൻ എനിക്കൊരു ചാൻസ് തരൂ പ്ലീസ്. നിനക്ക് ഞാൻ ഇതുപോലൊരു അവസരം ഉണ്ടാക്കി തരാം. നിന്റെ തന്ത നിന്റെ അമ്മ മേടിച്ച പോലെ കൂ വാങ്ങിച്ചു തരാം. സമാധാനിക്ക്. എനിക്ക് അച്ഛൻ പോയി വിളി. മുഹൂർത്തം പോകൂടാ. ഞാൻ വിളിക്കൂല, അച്ഛൻ വിളി. എന്നെ ആരും വിളിക്കണ്ട. പന്തളം പരിമളനെ മനസ്സിൽ ധ്യാനിച്ചാൽ മതി, അവിടെ പരിമളം പരക്കും. ഹൈദ്രോസിക്ക, ഹൈദ്രോസിക്ക. ഇവിടെ മര്യാദയ്ക്ക് കഥ പറഞ്ഞിട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നു. പ്രശ്നമൊന്നുമില്ല. അച്ഛനെ ഗാനഭൂഷണം പാസ്സായ ആൾ തന്നെയാണ് ഞാൻ. ഒരു പാട്ട് പാടാൻ എനിക്ക് ചാൻസ് തരൂ. തരും തരും, നിനക്ക് തരും. പ്രിയമുള്ളവരെ, മാന്യ മഹാജനങ്ങളെ വന്ദനം. എന്റെ കഥ ഒരു നുണക്കഥ. അത് പറയാതെ തന്നെ അറിയാം. ആരും പറയാത്ത കഥ, ആരോടും പറയാത്ത കഥ. ആ കഥ ഇവിടെയും പറയണ്ട. പക്ഷെ രാജൻ പറഞ്ഞ കഥ ഒരു മുത്തശ്ശി കഥ. അപ്പൊ കഥാപ്രസംഗം അല്ലേ? കഥികനല്ല കലാകാരനല്ല ഞാൻ. ഇയാള് കാഥികനും കലാകാരനും അല്ലെങ്കിൽ പിന്നെന്തിനാ കഥ പറയാനെന്ന് പറഞ്ഞ് സ്റ്റേജിലോട്ട് വന്ന പറയണോ? കഥികനല്ല കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരുവൻ. കഥികനല്ല കലാകാരനല്ലിവൻ, കേവലം വെറും ഒരു കൊടക്കമ്പി. തലയിരിക്കമ്പം വാലാടണ്ട, കാക്ക കുളിച്ച കൊക്കാവില്ലടാ. പെണ്ണും കുടത്തിന് എന്തിനടാ പൊട്ട്? അട്ടെ പിടിച്ച് മത്തേ കിടത്തേ കിടക്കില്ലടാ. ഞാനിവിടെ കഥ പറയണോ അതേ യവനുമായിട്ട് പഴഞ്ചൊല്ല് പറഞ്ഞ് കളിക്കണോ? ഞാൻ ഒന്നീ പാടും അല്ലെങ്കിൽ പറയും. എന്നോട് പറ്റത്തില്ല. അച്ഛൻ പറഞ്ഞോണ്ട് ഞാൻ ഇപ്പൊ പോവാ. ഇയാളെ കഥയും പറഞ്ഞ പന്തളത്ത് വാ. പിന്നെ പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോഴേ പന്തളം രാജന്റെ കാരമേള. അതൊന്നും അല്ല. പന്തളം സുധാകരന്റെ പ്രസംഗം. അതൊന്നും അല്ല. ഞാൻ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞേ ഉള്ളൂ. നീ പഴഞ്ചൊല്ല് പറയാതെ കഥ പറയണത്തുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥയിലേക്ക് കടക്കാം. മുത്തുതരാം ഞാൻ കടലേ, മുക്കുവനെ നീ തരുമോ? മുത്തുതരാം ഞാൻ കടലേ. എന്താ കടല കച്ചവടോ? കടലൊന്നും കഥ പറയണത്തണ്ടി. ദൈവമേ, ഇത് കൊല്ലാപ്പായല്ലോ. ഞാൻ കടലേ അല്ല, കടലിന്റെ കാര്യം പറഞ്ഞു. അതൊരു വലിയ കാര്യമാ. മുത്തുതരാം ഞാൻ കടലേ, മുക്കുവനെ നീ തരുമോ? കടലിന്റെ അഗാധതങ്ങളിൽ മുത്തു തേടിപ്പോയ മുക്കുവന്റെ വരവും കാത്ത് കടലോരത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു മുക്കുവ സ്ത്രീയുടെ കഥ. അതല്ല ഞാനിവിടെ പറയാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ പോകുന്ന കഥ വള്ളിക്കുടിലിലെ പുള്ളിമാനെ നീ തുള്ളിക്കളിക്കുന്നതാരു കാണാൻ. വള്ളിക്കുടിലിലെ പുള്ളിമാനെ നീ തുള്ളിക്കളിക്കുന്നതാരു കാണാൻ. വള്ളിക്കുടിലുള്ളിലൂടെ തുള്ളിച്ചാടി മറിഞ്ഞു കളിക്കുന്ന പുള്ളിമാന്റെ കഥയുമല്ല, പിന്നെ ഞാൻ പറയാൻ പോകുന്ന കഥയാണ്. പ്രിയമുള്ളവരെ, അത്രമാൻ കൈ ചൂണ്ടിക്കൊണ്ടലറി, പെണ്ണെ നിന്നെ വെട്ടി ഞുറുക്കി ഞാൻ കടയിൽ കെട്ടി തൂക്കും. ഒരു കാട്ടാളനെ പോലെ ചീറിയടിക്കുന്ന അദ്രമാൻ എന്ന പിതാവിന്റെ മുന്നിൽ
പേടിച്ചരണ്ടു വിറച്ചു ഭയന്നു നിൽക്കുന്ന പാവം ആയിഷ എന്ന പെൺകുട്ടിയുടെ കഥ. പ്രിയമുള്ളവരെ, അത് വളരെ മനോഹരമായ ഒരു കഥയാണ്. അതല്ല ഞാനിവിടെ പറയാൻ പോകുന്നത്. പിന്നെയോ, കൊലയാൽ മേഞ്ഞൊരു കൊമ്പു ഗ്രഹത്തിന്റെ കൊലയിൽ നിന്നൊരു കോമളാങ്കി, കൊലയാൽ മേഞ്ഞൊരു കൊമ്പു ഗ്രഹത്തിന്റെ കൊലയിൽ നിന്നൊരു കോമളാങ്കി എന്ന് എന്റെ അച്ഛൻ പറഞ്ഞു കുളമാക്കിയ കഥയാണോ? അതല്ലേ അല്ല. പിന്നെയോ, മാന്യമഹാജനങ്ങളെ, ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കിലുക്കം. കിലുക്കം കിലുകിലുക്കം കിലുക്കം കിലുകിലുക്കം കിലുക്കം കിലുകിലുക്കം കിലുക്കം കിലുകിലുക്കം. ചിറകുമിടത്തി പാറിയണഞ്ഞൊരു നർത്തനമാടുന്നു, പ്രതിഭ നർത്തനമാടുന്നു. ഉത്സവലഹരിയിൽ ഉന്മാദിനിയാം മലയാളത്തിൻ സ്വപ്നങ്ങൾ, ചിറകുമിടത്തി പാറിയണഞ്ഞൊരു നർത്തനമാടുന്നു, പ്രതിഭ നർത്തനമാടുന്നു. ചിത്രപതംഗങ്ങൾ ദേവകിന്നര കോകിലങ്ങൾ, ചിത്രപതംഗങ്ങൾ ദേവകിന്നര കോകിലങ്ങൾ, കലയുടെ കമലദളങ്ങൾ വിടർത്തും മഞ്ജുളനാദങ്ങൾ, മഞ്ജുളനാദങ്ങൾ ദിവ്യ മഞ്ജുപാദങ്ങൾ, കലയുടെ കമലദളങ്ങൾ വിടർത്തും മഞ്ജുളനാദങ്ങൾ ദിവ്യ മഞ്ജുപാദങ്ങൾ. പെയ്തിറങ്ങട്ടിനി സംഗീതവർഷമായി, ഭാവബിന്ദുക്കളായി ലാസ്യതാളങ്ങളായി, ഈ മണക്കാട്ടിനോരുത്സവഗീതമായി, ഈ സ്വപ്നഭൂവിന്നൊരീസ്കോ സമ്മാനമായി, ഈ സ്വപ്നഭൂവിന്നൊരീസ്കോ സമ്മാനമായി. നിതാന്ത സർഗ പ്രതിഭകളേ, നാദോപാസക നർത്തകരേ, സഹൃദയരേ, സ്വാഗതമോദാൻ ഭാവുകമരുളാൻ കാത്തു നിൽപ്പു ഞങ്ങളിതാ തരളിത ഹൃദയങ്ങൾ. തൊഴുതുവണങ്ങുന്നു ഞങ്ങൾ കലയുടെ പ്രിയ തോഴ, ഞങ്ങൾ കലയുടെ പ്രിയ തോഴ. പേരിറങ്ങട്ടിനി സംഗീതവർഷമായി, ഭാവബിന്ദുക്കളായി ലാസ്യതാളങ്ങളായി, ഈ മണൽക്കാട്ടിനൊരുത്സവഗീതമായി, ഈ സ്വപ്നഭൂവിന്നൊരീസ്കോ സമ്മാനമായി, ഈ സ്വപ്നഭൂവിന്നൊരീസ്കോ സമ്മാനമായി.
സഗരിസ പസന്നിധപ പമ്മഗരിക സസപ മപസ സസപ മപസ നിസഗരി നിധപ മഗരി നിസ പസ. കിലുക്കമായി നീ ഉണരട്ടെ രാഗങ്ങൾ, കിലുക്കമായി നീ തുടരട്ടെ താളങ്ങൾ, കിലുക്കമായി നീ ഉയരട്ടെ നാദങ്ങൾ, കിലുക്കമായി നീ ഉണരട്ടെ രാഗങ്ങൾ, കിലുക്കമായി നീ വിടരട്ടെ ഭാവങ്ങൾ, കിലുക്കമായി നീ തുടരട്ടെ താളങ്ങൾ, കിലുക്കമായി നീ ഉയരട്ടെ നാദങ്ങൾ. അടരട്ടെ ലഹരിയായി ഒഴുകട്ടെ സിരകളിൽ, നിറയട്ടെ ഹൃദയത്തിൽ കിലു കിലുക്കം. പടരട്ടെ ലഹരിയായി ഒഴുകട്ടെ സിരകളിൽ, നിറയട്ടെ ഹൃദയത്തിൽ കിലു കിലുക്കം. നിറയട്ടെ ഹൃദയത്തിൽ കിലു കിലുക്കം. നിറയട്ടെ ഹൃദയത്തിൽ കിലു കിലുക്കം. നിറയട്ടെ ഹൃദയത്തിൽ കിലു കിലുക്കം. സംഗീതവർഷമായി ഭാവബിന്ദുക്കളായി ലാസ്യതാരങ്ങളായി ഈ മണൽ കാട്ടിനോ ഉത്സവഗീതമായി ഈ സ്വപ്നഭൂ